നാം സമൂഹത്തിൽ കൂടുതൽ സംസാരിക്കുന്നവരെയും കുറച്ച് മാത്രം സംസാരിക്കുന്നവരെയും കാണുന്നു. അത് ഓരോരുത്തരുടെയും പ്രകൃതമാണ്. കൂടുതൽ സംസാരിച്ചാലും കുറച്ച് സംസാരിച്ചാലും സംസാരിക്കുന്നത് വിവേകത്തോടെയും ജ്ഞാനത്തോടെയും ആകണമെന്ന് മാത്രം. കൂടുതൽ സംസാരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെപ്പറ്റി തിരുവചനം പറയുന്നത് സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം 19-ാമത്തെ വാക്യം, വാക്ക് പെരുകിയാൽ ലംഘനമില്ലാതിരിക്കുകയില്ല, അധരങ്ങളെ അടയ്ക്കുന്നവനോ ബുദ്ധിമാൻ. വാക്കുകൾ വളരെയാകുമ്പോൾ ഹൃദയത്തിൽ എന്തെങ്കിലും പാപം ഒളിഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് വാക്കുകളിലൂടെ പുറത്തു വരും എന്നതിനാൽ ഹൃദയശുദ്ധിയുള്ളവരും വാക്കിൽ വിവേകമുള്ളവരുമാകുവാൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ സംസാരിക്കുവാൻ കുറച്ച് ശക്തി മതി. സംസാരിക്കാതിരിക്കുവാനാണ് കൂടുതൽ ശക്തി ആവശ്യമായിരിക്കുന്നത്. തിരുവചനം പറയുന്നു, സദൃശവാക്യങ്ങൾ 17-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം, മിണ്ടാതിരുന്നാൽ ഭോഷനെ പോലും ജ്ഞാനിയായും അധരമടച്ചുകൊണ്ടാൽ വിവേകിയായും എണ്ണും. സദൃശവാക്യങ്ങൾ 21-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം, വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. വാക്കുകൾ ശക്തമായ കാര്യങ്ങളാണ്, നിസാരമായി ഉപയോഗിക്കേണ്ടതല്ല. എന്തും പറയുവാനുള്ള ഒരു ലൈസൻസായി നാം നാവിനെ ഉപയോഗിക്കാതെ നാം എന്താണ് പറയേണ്ടതെന്ന് പറയുന്നതിനു മുമ്പേ വിവേചിച്ചറിഞ്ഞ് ജ്ഞാനത്തോടെ സംസാരിക്കുവാൻ നാം പരിശീലിക്കുന്നവരായിരിക്കണം. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യം, എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. നിശബ്ദത പാലിക്കേണ്ട സമയത്ത് അത് പാലിച്ചിരിക്കണം. നിശബ്ദതയ്ക്ക് അതിൻ്റെതായ മഹത്വമുണ്ട്, ശക്തിയുണ്ട്. എന്നാൽ അതേസമയം സംസാരിക്കേണ്ടുന്ന സമയത്ത് അശ്രദ്ധമായ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. അർത്ഥശൂന്യമായ വാക്കുകൾ കുന്നുകൂടുന്നതിന് പകരം സ്നേഹത്തോടെയും വിവേകത്തോടെയുമുള്ള കുറച്ച് വാക്കുകളിൽ സംസാരങ്ങൾ ഒതുക്കുക. നമുക്ക് ചുറ്റുമുള്ളവർക്ക് നന്മയുണ്ടാകുവാനും ബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കുവാനും നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടിയുള്ളതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമാകട്ടെ. ഹാവ് എ പ്ലസന്റ് ഡേ.